സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. രംഗൻ, അവിടെ എങ്ങനെ മൃഗങ്ങളൊക്കെ എങ്ങനെ കുറെ മൃഗങ്ങളൊക്കെ ഉണ്ടോ? മൃഗം ഇവിടെ കുറെ മൃഗമുണ്ട്. ഇവിടെ ആനുണ്ട്, പിന്നെ ഇടക്ക് മറ്റേ പെരുമ്പാമ്പ് വരും. ഇല്ല, കാട്ടിൽ ഇവിടെ ഇവിടെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഞാൻ വീണ്ടും മൊത്തൊക്കെ ഉണ്ടാവും പുലി. ഞാൻ ചിരിച്ചു പോയനെ. ഒന്നും ചെയ്യൊന്നുമില്ല. ഇല്ല, ഞങ്ങൾക്ക് പേടിയില്ല. ആദ്യം ചെറുപ്പം മുതലേ കാണണല്ലേ പുലിനെ. പെരുമ്പാമ്പുണ്ട്. പെരുമ്പാമ്പുണ്ട്. പെരുമ്പാമ്പ് ഇപ്പൊ മുറ്റത്തൊക്കെ നല്ല നീളാണ്. നീളത്തിലൊക്കെ ഇങ്ങനെ കിടക്കും. പേടിക്കണ്ട, ഇത് പാസിയാ ഡ്യൂട്ടിയാ. പാവാ. ഇവിടെ ആനശല്യം വെച്ചാല് അല്ല, ഞങ്ങള് അടുക്കള ഭാഗത്ത് ആന വന്ന് നിൽക്കും. ഞങ്ങൾക്ക് പിന്നെ പേടില്ലല്ലോ ഞങ്ങൾക്ക് ആർക്കും. ഞാൻ എന്തൊരു തലപ്പ് തലക്കണത്, എന്തൊരു തുടുപ്പ് തുടിക്കണത്. ഞാൻ പുറകോട്ട് പോയി ഇല്ല, ചെവളെ കുത്തി കീറിക്കളയും കേട്ടാ. ആരൊക്കെ എന്താ പിടി കിട്ടിയതാ കണ്ണടിച്ച് കാണിച്ച് എന്നെ നിനക്ക് അറിയാഞ്ഞിട്ടാണ് കേട്ടാ. പ്യാട്ടത്തലകർ കൊട്ടടിച്ചു തന്നല്ലോ. അങ്ങോട്ടങ്ങോട്ട് ആന പോയി. കൃഷിയിലത്ത് പിന്നെ കാട്ടാന കുറെ പേരൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കണ ആനകളാ അധികം. എന്തോ നാനേത് ആന മര്യാദക്കില്ല. മുട്ടുകാലി വെച്ചൊരു അടിയടിച്ചോണ്ടല്ലോ പറഞ്ഞേക്കാം. ഇതിനിപ്പോ എന്ത് പറഞ്ഞാ മനസ്സിലാവും. വാഴക്കൃഷിണ്ട്. ചിലപ്പോ വാഴക്കൊലൊക്കെ വെട്ടിയാണ്ട് വീട്ടിൽ കൊണ്ടുവരും ആന. ആന കൊണ്ടുതരും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല വിളവൊക്കെ എടുക്കാൻ പറ്റി. ഞാൻ ആനക്ക് ഒരു കൊടുക്കലുണ്ട്. അപ്പൊ അതിന്റെ സ്നേഹമായിരിക്കും തരും. ഇന്നലത്തെ ആ ഫ്രൈ ഇല്ലേ, കടുവന്റെ കടുവ ഇറച്ചിയായിരുന്നു ഫ്രൈ ഉണ്ടാക്കിയത്. കടുവന്റെ ഇല്ല, കടുവാനത് ഞങ്ങൾ ഇവിടേക്ക് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ. ഇവിടെ കടുവ ഇറക്കി വരട്ടും. ഒരാഴ്ചയൊക്കെ ഉണ്ടാവും നമുക്ക് തിന്നാന്. എന്താ വലിയ ഇതെല്ലാം? എല്ലാം നിനക്ക് ഇഷ്ടമുള്ള ഐറ്റംസാ. കരിമീൻ ഉടത്തിയത്, താറാവ് നിർത്തിപ്പൊരിച്ചത്, ആടിന്റെ തല മുളകിട്ടത്, അത് കോഴി ഫ്രൈ. ഇത് മറ്റവൻ യവൻ കടുവ ഇറച്ചിയായിരുന്നു ഫ്രൈ ഉണ്ടാക്കിയത്. കടുവന്റെ തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. ശരി.